ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ 3 പീസ് സെറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എയർലൈൻസ് കുർത്തീസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയർസ് ആണ് എപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ ഓഫീസ് വെയർ കാണിക്കാനായിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പം സ്കൂളിലായാലും ഓഫീസ് നമുക്ക് എല്ലാവരും ഓഫീസ് വെയർ കാണിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ 3 പീസ് സെറ്റ് ആയിട്ട് ഞാൻ ടോപ്പും ദുപ്പട്ടയും സെറ്റ് ചെയ്യേണ്ട ഒരു ടെൻഷനും ഇല്ല. കാരണം എനിക്കാണ് ടെൻഷൻ. ടോപ്പ് നമ്മൾ ബുക്ക് ചെയ്യുമ്പം ദുപ്പട്ട സെറ്റ് ചെയ്യാനും ബോട്ടം സെറ്റ് ചെയ്യാനും എല്ലാവരും ചീത്ത പറയാനും അത് ഓൺ ടൈം കൊടുക്കാതിരിക്കുമ്പോൾ മാച്ചിങ് കിട്ടാത്ത ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഞാനിപ്പോൾ ഇനി കുറച്ച് എന്താ പറയുക ഇതുപോലെ 3 പീസ് സെറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ അതും ചന്തേരിയാണ്, ഒരു ക്ലാസ് ലുക്കാണ്. എപ്പോഴും നമുക്ക് ഈ ബംഗാൾ കോട്ട പണ്ടൊക്കെ ഉള്ള അങ്ങനത്തെയൊക്കെ ഉള്ളതില്ലേ, അത് ഇതുപോലെ ഈ ഒരു ചന്തേരിയുടെ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ദുപ്പട്ട കണ്ടോ, ഭയങ്കര ക്ലാസ് ലുക്കാണ്. ഭയങ്കര വിട്ടും ലെങ്ത്തും ഒക്കെ ആയിട്ട് ഒരു മൊഡാൾ സിൽക്കിന്റെ അതേ ഫീലാണ്. അത് ഭയങ്കര സ്മൂത്തും ആണ് കേട്ടോ. ശരിക്കും ഈ ഒരു പ്രിന്റ് വരുന്ന മൊഡാൾ സിൽക്കിലോട്ടാണ്. അതുപോലെ ഇതുപോലെ ഒരു 1 സൈഡ് ബോർഡർ ഒക്കെ വെച്ചിട്ട് എൻഡിലോട്ട് നല്ല വിട്ടും ലെങ്ത്തും ഒക്കെ ഉള്ള. അതുപോലെ നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ കണ്ടോ. അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിലും നല്ല അടിപൊളി സ്റ്റൈലായിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഞാനിപ്പം ഇതൊരു പേഴ്സണലി ചെയ്തപ്പം ഇതിന്റെ നെക്ക് പാറ്റേൺ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇതുപോലെ ആ ഒരു ബോർഡർ, അതായത് ഒത്തിരി ഷൈനിങ് ഒന്നും ഇല്ലാത്തൊരു ഡൾ ഒരു ബോർഡർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡർ പോർഷൻ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ടും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്ലാക്ക് ആണ് കളർ വരുന്നത്, നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പം ഇത് ചന്തേരിയാണ്. ഇത് താഴോട്ടുള്ള ബോർഡർ ഉണ്ടോ. അപ്പം ഇതിന്റെ കളേഴ്സ് ഡിഫറൻസ് വരുന്നതുണ്ട്. അപ്പോൾ അതിൽ ദുപ്പട്ടയ്ക്കായിരിക്കും മെയിൻലി ഈ ബ്ലാക്ക്, ബോഡി ബ്ലാക്ക് തന്നെയായിരിക്കും വരുന്നത്. താഴോട്ട് ഈ ഒരു ബോർഡറും ദുപ്പട്ടയുടെ ചേഞ്ചും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് ഫസ്റ്റ് വരുന്നത്, അടിപൊളിയായിട്ട് വരുന്നത്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ബ്ലാക്കിലോട്ട് ഇതേപോലെ മെറൂണിന്റെ ബോർഡർ ആണ് കേട്ടോ. ഈ ബോർഡർ വരുമ്പോൾ മെറൂൺ, അപ്പൊ ദുപ്പട്ടയും മെറൂൺ ആയിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ വേറെ ഇതേക്കുന്ന ഈ ഒരു ഇതാണ് കേട്ടോ. സെയിം ഈ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നത് ഞാനിപ്പോ വേറെ ഇതേക്കുന്നത്. അങ്ങനെ 2 കളറ്. പിന്നെ ഗ്രീൻ ഷെയ്ഡ് കണ്ടോ, ഗ്രീൻ ഷെയ്ഡിലേക്കാണ് അടുത്തത് വന്നേക്കുന്നത്. പിന്നെ വന്നേക്കുന്നത് ഇതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡ്. ഇതാ ഇത് ലാസ്റ്റ് വന്നിട്ടുണ്ട് ബ്ലൂ ഷെയ്ഡ്. അങ്ങനെ ഇപ്പൊ 4 വന്നേക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനിയും ഫംഗ്ഷൻ വെയർ അല്ല, ഓഫീസ് യൂസ് ചോദിക്കുന്നവർക്ക് ഏറ്റവും എനിക്ക് ഇച്ചിരി ടൈറ്റ് ഫിറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എനിക്ക് അത്ര ഞാൻ അങ്ങനെ ടൈറ്റ് യൂസ് ചെയ്യാറില്ല. വീനക്ക് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നെക്ക് പാറ്റേൺ എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇതിലുപോലെ വീനക്കോ അല്ലെങ്കിൽ ബോർഡർ വെക്കാതെ നല്ല സ്ക്വയർ യുയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഫസ്റ്റ് കളർ ഈ ഒരു ഇത് ഓക്കെ. അപ്പൊ ഞാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ. പക്ഷെ ഇതിപ്പം എനിക്ക് കിട്ടിയത് ഇങ്ങനെ തപ്പിപ്പിടിച്ച് കിട്ടിയതാണ്. ഇതുപോലെ ഈ ഒരു ബോർഡർ കണ്ടോ, ഇതിന് നമ്മൾ സ്ലീവിലേക്ക് ഈ ഒരു ബോർഡർ വെക്കാം. അപ്പം ഇതുപോലെ ഇതിന്റെ ദുപ്പട്ടയാണ് സൂപ്പർ മൊഡാല് പോലെ തന്നെ ഉണ്ടാവും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, ഈ ഒരു ഇതായിരിക്കും ദുപ്പട്ട വന്നിട്ട്. നല്ല അടിപൊളിയായിട്ട് ഈ ഒരു മെറൂൺ ഷെയ്ഡ്, ആകെ കുറച്ച് മെറ്റീരിയലേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ദുപ്പട്ട നല്ല അടിപൊളി മെറൂൺ ഷെയ്ഡിലോട്ട് ഇതുപോലെ ഉണ്ടാവും. ഈ ഒരു കോമ്പിനേഷൻ നെക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു വരുമ്പോൾ ഈ ഒരു ലുക്കായിരിക്കും കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദുപ്പട്ടയുടെ വിഡ്ത്തും ലെങ്ത്തും ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീകോക്ക് ബ്ലൂ. ഇത് കണ്ടോ, ഈ ഒരു സെറ്റ് ഇതേപോലെ പീകോക്ക് ബ്ലൂ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അടിപൊളി ഇത്. അപ്പം ഇതിന്റെ ബോർഡറിന്റെ നല്ലൊരു റയർ ഷെയ്ഡ് കേട്ടോ. ഇതുപോലെ ഗ്രീന് വന്നിട്ട് ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ കുറച്ചും കൂടെ പ്രിന്റിൽ വലിയ കുറച്ച് വ്യത്യാസം വരുന്നതും ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഈ ഒരു പ്രിന്റ് നല്ല ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ കളർ ഇതേപോലെ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. അതല്ല സ്റ്റിച്ച്ഡ് ആയിട്ട് വേണമെങ്കിലും അതുപോലെ തന്നെ ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഓക്കെ.
സ്റ്റിച്ച്ഡ് ആണെങ്കിൽ നമ്മളൊരു 10 വർക്കിംഗ് ഡേ 2-3 ഡേയ്സിൽ ഡെസ്പാച്ച് ചെയ്യും. സ്റ്റിച്ച്ഡ് ആണെങ്കിൽ നമ്മൾ 10 വർക്കിംഗ് ഡേയ്സിൽ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.